ഓഡിയൻസിന്റെ എല്ലാവർക്കും നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ചാണ്. എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇന്ത്യൻ വേഴ്സസ് ചൈനീസ്. അതായത് ഇന്ത്യൻ ഫുഡും ചൈനീസ് ഫുഡും തമ്മിലുള്ള ഒരു മത്സരമാണ്. അപ്പൊ കുറച്ചു പേര് ഇന്ത്യൻ ഫുഡും കുറച്ചു പേര് അയ്യോ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് വന്നു ഗൈസ്. അപ്പം നമ്മളിന്ന് ചെയ്യുന്നത് ഇന്ത്യൻ ഫുഡും ചൈനീസ് ഫുഡും തമ്മിലുള്ളൊരു മത്സരമാണ്. അപ്പോൾ രണ്ട് ടീമായിരിക്കും. അതായത് എന്താ, ചൈനീസ് ആൾക്കാരും ഇന്ത്യൻ ആൾക്കാരും. പറയണം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ ദാസപ്പൻ പോവാ കേട്ടോ. ദാസപ്പൻ നാളെ ഞാൻ പോവാ. എന്തെങ്കിലും പറയണോ? ഇനിയിപ്പോഴേ വരത്തില്ല സാർ. അല്ല, ഞാൻ വേറെ അപേക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോഴേ അവിടെ നിന്നൊരു സാധനം അങ്ങോട്ട് വിടാ. പുള്ളിയെ ഇങ്ങനെ തിരിച്ചു വയ്ക്കാൻ പറ്റുമോ? പുള്ളിയുടെ ചേട്ടച്ചാരാ കേടി കുറെ നാളെ പോയിട്ട് ഇല്ലേ? ഇനിയിപ്പോ ഒരാളൊരു സമയത്ത് ഒരു രാജ്യത്ത് കാണും. അപ്പോൾ ഇന്നത്തെ ചൈനീസ് ആൾക്കാരായിരിക്കും. ചൈനീസ് ആരൊക്കെ? ചൈനീസ് ആരാ? ഞാൻ ചൈനീസാ. ചൈനീസാണോ? ചൈന ഇഷ്ടം? ചൈനീസ് എന്തിനാലോ നമ്മുടെ അയൽവക്കമല്ലേ? അതാ കുഴപ്പമില്ല. അവര് വലുതാന്ന് പറഞ്ഞു. ചൈന നമ്മുടെ ഏത് സൈഡില്? ചൈന നമ്മുടെ മണ്ട സൈഡിൽ. കാശ്മീർ ആ സൈഡൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകണം. അപ്പുറത്ത് ആരാ? പാകിസ്ഥാൻ? പാകിസ്ഥാൻ ഇല്ല. പാകിസ്ഥാൻ അതിന്റെ തൊട്ടിപ്പുറത്തങ്ങാണ്ട്. അവരുമായിട്ട് നമ്മളൊരു ബന്ധമില്ല. പാകിസ്ഥാൻകാരുമായിട്ടൊരു ബന്ധമില്ലല്ലോ. ആരൊക്കെയാണ് ഇന്ത്യൻ? ഓട്ടോമൊബൈൽ ടീം വൈറ്റ്. നിങ്ങൾ ആരൊക്കെയാണ്? ഞങ്ങൾ രണ്ടുപേരും. ചൈന പറയണോ? ചൈനീസ് പറയണോ? നിതിനും സുബിനോട് ഇതാ അത് ജഡ്ജി ഞാൻ പെട്ടെന്ന് വേറെ ഉദ്ദേശിച്ചു. ഓക്കെ, അപ്പോൾ ആണ് ചൈനീസ് ആൾക്കാർ കേട്ടോ. രണ്ടുപേരും ഇന്ന് ചേർത്തേക്ക് എല്ലാവരും. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടോ മറ്റേ സാധനം ഉണ്ടല്ലോടാ, ചോപ്സ്റ്റിക്ക് ഒക്കെ വേണമെങ്കിൽ. നമ്മുടെ ഇന്ന കൈ നാടൻ കൈ ഞങ്ങള് താങ്ങല്ലേ ചൈന അങ്ങനെ. നിങ്ങള് മറ്റേ സാധനം മറ്റേ ഫോർക്കൊക്കെ വെച്ചാ കയ്യിൽ അങ്ങനെ പറയണോ? നാടൻ കൈ. ഞങ്ങൾ ഇന്ത്യക്കാരങ്ങനെ നാടൻ കൈ ആളെ നല്ല കിള്ളം കൈ. കൈ മുഖ്യം സ്പൂണല്ലേ? സ്പൂണല്ലേ, ഫോർക്കൊക്കെ വെച്ച. ഒരരി മാത്രം ഇങ്ങനെ എടുക്കണം. പാടാണോ? ഞങ്ങള് തോക്കുമല്ലോ. കൈ വെച്ച് അല്ല കൈ മതി. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഫ്രൈഡ് റൈസും, അതായത് ചൈനീസിൻ്റെ ആണ് ഷെസ്വാൻ ഫ്രൈഡ് റൈസും ആണ്. കൂടെ ഷെസ്വാൻ നൂഡിൽസും ഇന്ത്യൻ നൂഡിൽസും. അപ്പോൾ ഇന്ത്യൻ നൂഡിൽസ് കഴിക്കുന്നവരെ ഞങ്ങൾ അതായത് രണ്ടുപേര്. നിങ്ങൾക്ക് ഇഷ്ടം ഷെസ്വാൻ ഞാൻ ഇവരുടെ അല്ലയോ? ഇന്ത്യക്കാരാണ് പുള്ളി ഫ്രൈഡ് റൈസാ. ഞാനും ഫ്രൈഡ് റൈസാ. അപ്പോൾ നിങ്ങൾ ഫ്രൈഡ് റൈസ് ബ്രോ. ഞാൻ നൂഡിൽസ്. നിങ്ങൾ നൂഡിൽസ്. അപ്പോൾ താങ്കൾ? ഞാന് മറ്റേ ഷെഷ്വാൻ. മനസ്സിലായോ എന്തോ എന്നുവെച്ചാ അവൻ ഒരെണ്ണം കഴിക്കും. അവനാ കഴിക്കുന്ന ആദ്യം. അത് ആദ്യത്തെ മത്സരം നിങ്ങൾ കഴിക്കും. നമ്മുടെ ടീമിന് പേരിടണോ? പേര് ടീം ഇന്ത്യ. ഇന്ത്യൻ ഇന്ത്യൻ മതി. നിങ്ങളത് ചൈനീസ് അപ്പൊ നിങ്ങളുടെ പേര് എന്തായിരുന്നു? ഇന്ത്യൻ. ടീം ഇന്ത്യൻസ്. താങ്കളായിരുന്നു? ചൈനി. ആരാ ചൈനി? കൂൾ. അപ്പൊ നിങ്ങൾ കൂൾക്കു ആവും. പോകാം, ടൈമില്ല കേട്ടോ. ഗൈസ്, അങ്ങനെ നമുക്ക് പണി കിട്ടിയിരിക്കുകയാണ്. മഴ നല്ല നാടൻ മഴ. ഞങ്ങൾ 1.5 മണിക്കൂറോട് വെയിറ്റ് ചെയ്യല്ലേ? അവിടെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ വെട്ടം കൂട്ടിയെടുക്കും കേട്ടോ. നല്ല കിട്ടില്ല മഴയാണ് അല്ലേ? നമ്മൾ നമ്മുടെ വീടിൻ്റെ സൈഡിലാണ് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ചൈനീസ്. ഏതാ വരുന്ന സമയം പോയപ്പോൾ മറന്നു പോയല്ലോ.
ചൈന കൈ ടീമുണ്ട്. ഇത് തുടങ്ങല്. അപ്പൊ നിങ്ങൾ ചൈന ഭാഷയാക്കി പറയണ്ട കേട്ടോ. ആ അതാ പേരത് ഉള്ളത്. പേര് ഗൈതമാണ് ഇവർക്കിടെ നല്ല ഷെസ്വാൻ ഫ്രൈഡ് റൈസ് അല്ലേ? ട്രെയിനിലാണ് പോവാ പുള്ളി. പിന്നെ കൂടെ ചില്ലി ചിക്കൻ, ചൈനീസ് ചില്ലി ചിക്കൻ. നമുക്ക് ഇവിടെ എന്താണ് നമസ്തേ. നമസ്തേ നമസ്തേ. വെള്ളം വിളിച്ചോണ്ടോ കേട്ടോ. നമസ്തേ. ഞങ്ങളൊരു യൂണിഫോം, ഞങ്ങളൊരു ടീമാണ്. ടീം ഇന്ത്യ. ഇവിടെ എന്തോ ഇന്ത്യൻസ്. ഇവിടെ എന്തോ ഇവിടെ ഇന്ത്യൻ ഫ്രൈഡ് റൈസ്, ഇന്ത്യൻ ഫ്രൈഡ് റൈസ് ആൻഡ് ഇന്ത്യൻ ചില്ലി ചിക്കൻ. ഇന്ത്യൻ കൽക്കട്ടയിൽ കണ്ടുപിടിച്ച ഈ ചില്ലി ചിക്കൻ. ചില്ലി ഇത് ബെയ്ജിംഗ് കണ്ടുപിടിച്ചു. ഇത് നല്ല അടിപൊളി ഇത് എനിക്ക് സ്പൈസി അല്ലെന്നോ ഇല്ലേ? ഇന്ത്യ വേഴ്സസ് ചൈന. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ. അപ്പൊ ഇത് തീർക്കുന്നവര് അടുത്ത ആൾ കയറിയിട്ട് നൂഡിൽസ് ആണ്. നമ്മുടെ ഇതിലൂടെ ചിക്കൻ നൂഡിൽസ് സാധനമുണ്ട്, അപ്പുറത്ത് ശിഷ്ടമുണ്ട് കേട്ടോ. മോനെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തീയായിരിക്കും, തീ ചൈന തീ ആയിരിക്കും. റെഡി 1 2 3 സ്റ്റാർട്ട്. കഴിച്ചിട്ട് ചെറിയ ഒരു ഓഫർ വരും. ചൈനപ്പിടി, ചൈനപ്പിടി, ചൈനപ്പിടി. നമ്മുടെ ഇന്ത്യൻ പിടി. നാടൻപിടി, ഒറ്റപ്പിടിയാണത്. നാടൻപിടി, ഇലയിലുള്ള ചില്ലി ചിക്കന്റെ പീസ് തീർന്നു. പീസാണല്ലോ. ഇല്ല, ഈ ചില്ലി ചിക്കൻ തീർക്കാം. നമുക്ക് പ്രശ്നമില്ല. ഇഞ്ചോടിഞ്ച് മത്സരം. മഴയൊന്നും പ്രശ്നമില്ല. ചൈനയിൽ മഴയാണോ? അറിയത്തില്ല. ചൈനയിൽ ഇപ്പോ ചൂടുള്ള ദിവസം. എവിടെ? ഇവിടെ തീർന്നു. കമോൺ കമോൺ കൈനി, കമോൺ കൈനി. ഇഞ്ചോടിഞ്ച് മത്സരം. അല്ല ഇതിലെ വിഷയം ആണല്ലോ. ഇതിലെ 2ാം റൗണ്ടാണ് റിസ്ക് റൗണ്ട് ഇല്ലേ? പിവിയും ചൈനയില്ല. ഇഞ്ചോടിഞ്ച് മത്സരം. ചില്ലി ചിക്കനും കൂട്ടിപ്പിടിയാണ്. വളരെ മനോഹരമായ പിടി. തീർന്നില്ല. കട്ടക്കട്ടക്ക് ഇല്ല, നാടനല്ല. ചൈന കൈനി, കൈനിയെ പിടി. നാളെ കൈനി തീവാറ്. നാളെ തീവാറ് പോലാട്ടാ ട്രെയിനിൽ. തീവണ്ടി ഇവിടെ ഇല്ല, ഒറ്റയല്ലേ ഉള്ളൂ. ആരെടുത്തു? ഇഞ്ചോടിഞ്ച് മത്സരം. പിടിച്ചു, അത് പിടിച്ചു. ഇവിടെ കൈനി. അതാണ്. ഇതില്ല വിലപേശി നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി കട്ടക്ക് മതി. ഇറക്കണം കേട്ടോ. ഇറക്കിയാലേ പറ്റത്തുള്ളൂ. അനശ്ചിരിക്കാൻ ആരും വന്നോ? അടുത്ത് വന്നിരിക്കുന്ന ആര്? രാമനുണ്ണി ഫ്രം ഇന്ത്യ. രാമനുണ്ണി പെട്ടെന്ന് മോനെ പെട്ടെന്ന്. ചൈനി ഇഞ്ചോടിച്ച് മത്സരം. രാമനുണ്ണി ലീഡ് ചെയ്യുന്നു. ഇവിടെ ചൈനീസ് റെസ്റ്റോറന്റിൽ പോയി കഴിക്കുന്ന രീതിയിൽ കഴിക്കുന്നു ഇവിടെ. കമോൺ, കേറി വരുന്നു ചൈന കയറുന്നു. ഇല്ല, ചൈനയാണത്. ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ രാജ്യം ചൈനയല്ലേ? ഒരിക്കലും ജയിക്കത്തില്ല. രാമനുണ്ണി പതുക്കെ മതി കേട്ടോ. ലീഡ്. ഇല്ല, പതുക്കെ മതി. ഇയാളെന്ന് കാണിക്കും. ഞങ്ങളുടെ PV ഇറക്കും. ഇല്ല, വായിൽ തിരിച്ചിറങ്ങി വരുമോ? ചൈന ഇരുണ്ടോ? ഒറ്റപ്പിടി മാത്രം. പിടിക്ക്
നിങ്ങളെന്താ ചൈനയുടെ എന്ത് സാധനം ജയ വിളിക്കുന്നത്? ഗൈസ് അങ്ങനെ നമ്മുടെ ടീം ഇന്ത്യൻസ് ജയിച്ചിരിക്കുന്നു. ടീം ഇന്ത്യ ടീം ഇന്ത്യ. ഗൈസ് എന്തുവരും ഞങ്ങളാരും രാജ്യദ്രോഹികളല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു തമാശക്ക് ഏത് വീഡിയോ 4-3 പേര് ഞാൻ നിങ്ങളെ കൂടി രാജ്യദ്രോഹികളാണ് പറയല്ലേ. ചുമ്മാ ഞങ്ങൾ തമാശക്ക് കേട്ടോ ഇതൊക്കെ വീഡിയോക്ക് വേണ്ടി. ചൈനീസ് റെസ്റ്റോറൻറ്റ് ചൈനീസ് ഇന്ത്യൻ ഫുഡിന് വേണ്ടി മാത്രമല്ല കേട്ടോ. ഈ ഭാരത് മാതാ കിജിയൊക്കെ ചുമ്മാ കേട്ടോ തമാശക്ക് പറഞ്ഞ പറയാൻ സീരിയസ് ആൾക്കാരൊക്കെ നമ്മൾ ചുമ്മാ ഞാനോ ചില സമയങ്ങളിൽ ഉപയോഗിക്കാം, ഈ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ വരും കേട്ടോ. പറയാൻ പറ്റില്ല നമ്മളെ ചുമ്മാ കേട്ടോ. എന്ത് പേടിപ്പിക്കാനേ എന്നെ പഠിപ്പിക്കില്ല. എന്താ പറഞ്ഞു നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ഗൈസ് അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻസ് ആണ്. ടീം ഇന്ത്യൻസ് കൂൾ തുളസി ഇന്ത്യൻസ്. ഇവിടെ ചൈനക്കൈനി തോറ്റുപോയി. എനിക്ക് ഇച്ചിരി ലേറ്റ് ആയി പോയി നൂഡിൽസ് കിട്ടാൻ. കാരണം ഇവൻ കുഴപ്പമില്ല. കറക്റ്റ് നിങ്ങൾ രണ്ടും സെയിം ആയിരുന്നില്ലേ? നീ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് എണ്ണിച്ച് ഞാനും എണ്ണിച്ച് കുറച്ച് വായിലുണ്ടായിരുന്നു. ഇവിടെ കിടന്ന് പുള്ളി അങ്ങ് ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ മത്സരിച്ചിട്ടുണ്ട്. കിടന്നങ്ങ് സത്യമായിട്ടും കേട്ടോ. കൊറേ നേരം മഴ പെയ്യോ ഫുഡ് കഴിച്ചേക്കാൻ ചലഞ്ച് ചെയ്യണ്ടെന്ന് പുള്ളി പറയും. ചലഞ്ച് ചെയ്യുമ്പോൾ മഴ കയറുന്നില്ലേ? കിഡില മഴയാണ്. പുള്ളിയെ കണ്ട് ഇപ്പഴാ വന്ന് കിഡില മഴ. ഇപ്പോൾ എന്താ പറയാളെ 2 വാക്ക്? പോവാണ്. നമസ്കാരം. ഇന്ത്യക്കാരാണ് ഞങ്ങളെല്ലാം. അതെ ഞാൻ പോവാണ്. അത്രേ ഉള്ളൂ. അവൻ പോവാണ്. എനിക്ക് വേറെ കാര്യമില്ല മത്സരിക്കാൻ കൂട്ടിന്. നന്ദോളം വരും ഇടയ്ക്ക് പനി അങ്ങനെ എന്തെങ്കിലും. അടുത്ത നമുക്ക് വേറെ രാജ്യം വെക്കാം. അതാ നമുക്ക് ലാറ്റിൻ അമേരിക്ക വെക്കാം. അതാകുമ്പോ ഇതിനേക്കായി പ്രശ്നം അർജന്റീനയും ബ്രസീലും ഒക്കെ വെച്ചാൽ പാകിസ്ഥാനും ബംഗ്ലാദേശും അറബിക്കും അങ്ങനെ എന്തെങ്കിലും. ഇന്ത്യനും അറബിക്കും ഇന്ത്യൻ എന്താ അത് നമ്മൾ സാമ്പിൾ ആട്ടോ. ഇത് കഴിച്ചത് സാമ്പിൾ ആട്ടോ. ഇത് നമ്മൾ ടെസ്റ്റ് അടിച്ച് നോക്കിയാട്ടോ. അത് പാടല്ലായിരിക്കും. മസാല സിമ്പിളായിട്ട് കഴിക്കും. അല്ലാതെ 2 തൂക്കി എടുക്കണം ഒരേ കനത്തിൽ. മസാല അത്ര കട്ടിക്കോ? അല്ല അതായത് 2-3 വെക്കണോ മറ്റേ? ശരി, അത് പോയിന്റ്. അത് കറക്റ്റാ. അല്ലാണ്ട് ഒരു ദോശ അത്രയും കിലോ. അതെ അതെ അതെ. നമ്മളിത് ടെസ്റ്റ് അടിച്ച് നോക്കിയാട്ടോ. നമുക്ക് വേറെയും ചൈനീസിന്റെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ടീം മാറ്റി കൊണ്ടുവരാം. ഞങ്ങളെല്ലാം കയറാം. സുബിന് ഞാനൊക്കെ ടീമാണ്. സുബിന് ഞങ്ങൾ 3 ടീമാവും. അല്ല ഞങ്ങൾക്ക് വേണം കാരണം നമ്മള് ഇന്ത്യനും മറ്റേ മന്തി അറബിക്ക് മസാല ദോശ അല്ല ഇല്ല. നമ്മള് മസാല ദോശ കഴിക്കും. ഇവര് മറ്റേ മന്തി കഴിക്കും. ഷവർമ കഴിച്ചാലും മതി, കുഴപ്പമില്ല. നമുക്ക് മസാല ദോശ കഴിക്കാമല്ലോ. അല്ലേ? ഗൈസ് അപ്പോൾ നമ്മുടെ ഒന്നുകൂടെ പറഞ്ഞല്ലോ നമ്മുടെ മത്സരത്തിൽ വിജയികളാണ് ടീം ഇന്ത്യൻസ്. നമ്മുടെ തൊട്ടുപിറകെ നമ്മുടെ ചൈനീസ് ഫുഡ് കഴിച്ച് ചൈനീസ് ടീം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ടീം എൻഡിക്ക് ഫാൻസ് എത്രയാണ്? NDH ടീം ND UB SP ഞങ്ങൾ എവിടെ ചെന്നായിരുന്നു ഇവൻ ജയിച്ചല്ലോ. യഥാർത്ഥ മാണ്ഡ്രക്ക് ഇവനാ തോറ്റിരിക്കും. പലയിടത്ത് ജയിച്ചോണ്ട് അവനെ തോപ്പിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.